ഹലോ എല്ലാവർക്കും ഏറ്റവും പുതിയൊരു മൂവി റിവ്യൂലേക്ക് സാർ നമ്മളൊരു പുതിയ ചിത്രം റിവ്യൂ ആയിട്ട് വന്നിട്ടുള്ളത്. ഒരു പക്ഷേ നിങ്ങൾ ചിത്രം കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ അടുത്താണ് കണ്ടപ്പോൾ എന്തായാലും നിങ്ങളുടെ മുമ്പിലേക്ക് ഇതിനെ കുറിച്ച് പറയണമെന്ന് തോന്നി. കാരണം നമ്മൾ നല്ല ചിത്രങ്ങൾ നമ്മൾ എപ്പോഴും അംഗീകരിക്കണം. അപ്പോൾ നമ്മൾ റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്ന മൂവിയുടെ മന്ദാകിനി എന്നാണ് മൂവിയുടെ പേര് പോലെ തന്നെ പേരിൽ പോലും കുറച്ച് ഡിഫറൻറ്റ് കൂടുതൽ ചിത്രം തന്നെയാണ് മന്ദാകിനി എന്ന് പറഞ്ഞിട്ടുള്ള അതിലെ സ്റ്റോറി ലൈൻ. വിനോദ് ലീലയാണ് ഇതിൻ്റെ ഡയറക്ഷൻ സ്ക്രിപ്റ്റും ചെയ്തിട്ടുള്ളത്. കാശി നോക്കി കഴിഞ്ഞാൽ നമ്മുടെ അൽതാഫ് സലീം, അനാർക്കലി മാരിക്കാർ തുടങ്ങിയവരൊക്കെയാണ് പ്രധാനമായും കാസ്റ്റിംഗ് വന്നിട്ടുള്ളത്. ഗണപതിയും മറ്റൊരു കഥാപാത്രമായി ചെയ്യുന്നുണ്ട്. ബാക്കി ഒട്ടനവധി പുതുമുഖ താരങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളതെങ്കിൽ പോലും പുതുമുഖങ്ങൾ ആണെന്നുള്ളൊരു തോന്നൽ കാണുന്ന പ്രേക്ഷകരിലേക്ക് എത്തിക്കാത്ത വിധത്തിൽ മികച്ച പ്രകടനങ്ങൾ എല്ലാവരും കാഴ്ചവെച്ച് തന്നെ മികച്ചൊരു കൈയടിയായിട്ട് അറിയിക്കാവുന്നതാണ്. നമുക്കിൻ്റെ സ്റ്റോറി ഒന്ന് പരീക്ഷിക്കാം. സ്റ്റോറി തന്നെ തുടക്കം തന്നെ നമ്മുടെ അൽത്താഫിൻ്റെയും അനാർക്കലിയുടെയും കല്യാണമായിട്ടാണ് തുടക്കത്തിൽ കാണിച്ചിട്ടുള്ളത്. കല്യാണത്തിൻ്റെ താലികെട്ടും പരിപാടിയും ചെക്കൻ്റെ വീട്ടിലോട്ട് വരുന്നു, അന്നത്തെ രാത്രിയുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ സ്റ്റോറി ലൈൻ. അപ്പോൾ അന്ന് അന്ന് രാത്രി സംഭവിക്കുന്ന കുറച്ച് രസകരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കോമഡി രൂപത്തിൽ എത്തുന്നു. കാര്യങ്ങളൊക്കെയാണ് മുന്നോട്ട് പോകുന്നത്. എത്രമാത്രം പ്രേക്ഷകരിലേക്ക് കണക്ട് ഇല്ലെന്നൊക്കെ നമ്മൾ വിളിച്ചാൽ തന്നെ സംസാരിക്കുന്നുണ്ട്. ഫസ്റ്റ് ഹാഫിൽ വളരെയധികം എൻജോയ് ചെയ്തുള്ള ഒരുപാട് കോമഡികൾ മുന്നോട്ട് പോകുന്നു. സെക്കൻഡ് ഹാഫിലോട്ട് നമ്മൾ പോകുമ്പോൾ എന്തായിരിക്കും അതിൻ്റെ ക്യൂരിയോസിറ്റി മുന്നിൽ പോകുന്നുണ്ട്. നമുക്കറിയാം എത്രത്തോളം സ്റ്റോറി പോകുന്നുണ്ട്, എവിടേക്കാണ് ഇതിൻ്റെ പോയിന്റ്സ് എല്ലാം നമുക്ക് ഇതിലേക്ക് കിട്ടുക എന്നൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ആ ഡീറ്റെയിലായി തന്നെ ഒഴുക്കോട് തന്നെയാണ് സെക്കൻഡ് ഹാഫിലോട്ടും കടന്ന് സഞ്ചരിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. അതൊരു പരിധി വരെയും വിജയിച്ചെന്ന് തന്നെ കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു. പരിധിക്ക് അപ്പുറം ചില ഭാഗത്തൊക്കെ ഗംഭീരമായിട്ട് തന്നെ ബോറടിപ്പിക്കുമെങ്കിൽ പോലും പക്ഷേ അതെല്ലാം മറികടക്കാൻ വേണ്ടി അവസാന ക്ലൈമാക്സിലും എത്തിവരാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മികച്ച ഒരു ചിത്രം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം മന്ദാകിനി എന്ന് പറഞ്ഞ ചിത്രം. കാരണം ഒരുപാട് കോമഡി അംഗങ്ങളും എല്ലാം തന്നെ ചിത്രത്തിലുണ്ട്. എടുത്തു പറയേണ്ട അൽത്താഫിൻ്റെ അളിയനായിട്ട് അവതരിപ്പിച്ചൊരു കഥാപാത്രമുണ്ട്. ആ വ്യക്തിയുടെ പേര് അറിയില്ല. ഉദാഹരണം നമ്മുടെ അങ്കമാലിയിൽ നമ്മുടെ പാമ്പറിച്ച് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അല്ല നമ്മുടെ ആടില് നമ്മുടെ സൈജി കുറുപ്പിനെ തല്ലുന്ന വ്യക്തിയാണ് ആട് 2 വരുന്ന വ്യക്തി വരുന്നുണ്ട്, കൈപ്ര കുഞ്ഞപ്പൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ പേര് അറിയുന്നവർ എന്തായാലും കമൻറ്റ് ബോക്സിൽ നിന്ന് രേഖപ്പെടുത്തുക. ബാക്കി ഒരുപാട് ചിത്രങ്ങളിലൊക്കെ ആ വ്യക്തിയുണ്ട്. പണ്ട് സീരിയസിലൊന്നും ഇപ്പോൾ ഒരു കോമഡി ട്രാക്കിലേക്ക് വരുന്നുണ്ട്. ഗംഭീരമായിട്ടുള്ള കൗണ്ടർ അടിയും ആ ഗെറ്റപ്പും ചേഞ്ചും എല്ലാം കൊള്ളാൻ പാടുന്നു, പ്രത്യേകിച്ച് ടെഡ്സിലുള്ള മുഖത്ത് ഭാഗങ്ങളൊക്കെ ആയിട്ട്. അതുപോലെ തന്നെ അൽത്താഫിൻ്റെ മേമയുടെ മകനായിട്ട് വേറെ വ്യക്തി വരുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ പേരറിയില്ല. അദ്ദേഹം മികച്ച ഒരു പ്രകടനം തന്നെ കാഴ്ചവെച്ചു. ഇവരെ കൂടെ ജാഫ്രിഡിക്ക് ഉണ്ട്. ജാഫ്രിഡിക്ക് ഇപ്പോഴും മനസ്സിലാകത്ത് എറണാകുളത്ത് ആണ് ഇതിൻ്റെ പ്രധാനമായ ലൊക്കേഷൻ നടക്കുന്ന ആൾ. ഇപ്പോഴും ഇടുക്കി ഭാഷ വരുന്ന സംസാരിക്കുന്ന വ്യക്തിയായിട്ടാണ്. ഒന്ന് കുറച്ചുകൂടി ശ്രദ്ധിക്കാൻ പറ്റുന്നു. യാതൊരു വിധത്തിലും അദ്ദേഹത്തിൻ്റെ ഡയലോഗ് ഡ്രൈവിൽ യാതൊരു മാറ്റം വരുന്നില്ല, സ്ഥിരം പാറ്റേൺ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. അതുപോലെ ലാൽ ജോസ് നമ്മുടെ അനാർക്കലി അച്ഛനായി വരുന്ന ഒരു കഥാപാത്രമാണ്. ലാൽ ജോസിന് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല, വണ്ടി ഓടിക്കുന്നു, സംസാരിക്കുന്നു, മിണ്ടാതിരിക്കുന്നു, ആ പരിപാടി മുന്നോട്ട് പോകുന്നുണ്ട്. എടുത്തു പറഞ്ഞ അൽത്താഫിൻ്റെ അമ്മ അവതരിപ്പിച്ച കഥാപാത്രമാണ്. അവരുടെ പേരറിയില്ലെങ്കിൽ പോലും മികച്ചൊരു കഥാപാത്രം തന്നെയാണ് അവർ കാഴ്ചവെച്ചിട്ടുള്ളത്. കാരണം എടുത്തു പറയേണ്ടതിൽ കുറച്ച് ഇതിന് ശേഷം ഒരു ജീപ്പ് എടുത്ത് ഇറങ്ങുന്ന സീനുണ്ട്. അതിനുശേഷം ഒരുപാട് കോമഡി ഞങ്ങളൊക്കെ കടന്നു പോകുന്നുണ്ട്. അതിനിടയ്ക്ക് നമ്മുടെ ജൂഡ ആന്റണി ജോസഫും ഒരു കഥാപാത്രമായി കടന്നു വരുന്നുണ്ട്. അങ്ങനെ ഒട്ടനവധി നമുക്ക് പരിചയമില്ലാത്ത മുഖങ്ങളെല്ലാം കടന്നു പോകുന്നു. ഇപ്പോൾ തന്നെ ഞാൻ പറഞ്ഞതിൽ തന്നെ ഒരുപാട് വ്യക്തികളുടെ പേരുകളൊക്കെ വന്നു പോകുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എന്തായാലും നമ്മുടെ മന്ദാകിനി കണ്ടപ്പോൾ ഒരു ചെറിയ മന്ദാകിനി അല്ലെങ്കിൽ അതിസുന്ദരമായിട്ടുള്ളൊരു മന്ദാകിനി കിട്ടിയ അവസ്ഥ തന്നെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. തീർച്ചയായും ഒറ്റവാക്കിൽ പറഞ്ഞൊരു ഏവറേജിന് മുകളിൽ നിൽക്കുന്ന അനുഭവം തന്നെ മന്ദാകിനി. അപ്പോൾ മനോരമ മാക്സ് ചിത്രം ലഭ്യമാണ്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ ഇപ്പോൾ നമ്മുടെ ഒരു ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എന്ന കാര്യം പരിഗണിക്കുക. വീണ്ടും പുതിയൊരു കാതിരിയായിരിക്കും. ബൈ ഫ്രണ്ട്സ്.